ഹലോ ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചിന്നുവിന്റെ കോളേജ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചന്ദ്രനും വിജയശങ്കറും തമ്മിലുള്ള ചർച്ചയോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇക്കാര്യത്തിൽ ചിന്നുവിന്റെ അഭിപ്രായം ചോദിച്ചോ എന്ന് ചന്ദ്രൻ ആരായുമ്പോൾ മകളുടെ തീരുമാനം എന്തായാലും അതിനെ മാനിക്കണമെന്നാണ് വിജയശങ്കർ കരുതുന്നത്. എന്നാൽ ചിന്നു ഇതിനൊരിക്കലും സമ്മതിക്കില്ലെന്ന് ചന്ദ്രൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു. അവൾ ഈ വിവരം അർച്ചനയും അർച്ചന വഴി JKയെയും അറിയിച്ചു കാണുമെന്നാണ് ചന്ദ്രന്റെ നിഗമനം. ചിന്നു തന്റെ സ്വന്തം മകളെ പോലെയാണെന്നും അവൾ കോളേജ് മാറുന്നത് തനിക്ക് സഹിക്കാനാവില്ലെന്നും JK വൈകാരികമായി ഇതിന് പ്രതികരിച്ചിട്ടുണ്ടാകുമെന്നും JKയുടെ ഈ വാക്കുകൾ കേട്ട് അർച്ചന ചിന്നുവിനെ വിളിച്ച് സംസാരിക്കുമെന്നും അച്ഛനും അമ്മയും ചേർന്ന് അവളുടെ ഭാവി തകർക്കാൻ നോക്കുകയാണെന്ന് വിശ്വസിപ്പിക്കുമെന്നും ചന്ദ്രൻ വിജയശങ്കറിനോട് പറയുന്നു. അർച്ചന ചേർത്ത് കോളേജിൽ നിന്ന് മാറുന്നത് ചിന്നുവിന്റെ ആത്മാഭിമാനത്തെ ബാധിക്കുമെന്നും അതുകൊണ്ട് അവൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമെന്നും ചന്ദ്രൻ മുൻകൂട്ടി പ്രവചിക്കുന്നുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് ചിന്നു കടന്നു വരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് താൻ ചിന്തിച്ചുവെന്ന് ചിന്നു പറയുമ്പോഴേക്കും അർച്ചനയെ വിളിച്ച് ചോദിച്ചതാണോ എന്ന പരിഹാസ ചോദ്യവുമായി ചന്ദ്രൻ ഇടപെടുന്നു. എന്നാൽ താൻ അമ്മയെ വിളിച്ചില്ലെന്ന് ചിന്നു തുറന്നു പറയുന്നുണ്ട്. നിലവിലെ കോളേജും അവിടുത്തെ കൂട്ടുകാരെയും അധ്യാപകരെയും എല്ലാം തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ചിന്നു പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ കാര്യം കേൾക്കാതിരുന്നാൽ അച്ഛന് തന്നോട് ദേഷ്യം തോന്നുമോ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ ദേഷ്യമല്ല, മറിച്ച് വലിയ സങ്കടം തോന്നുമെന്നായിരുന്നു വിജയശങ്കറിന്റെ മറുപടി. ഇവൾക്ക് നിങ്ങളുടെ സങ്കടമൊന്നും ഒരു പ്രശ്നവുമല്ലെന്ന് ചന്ദ്രൻ കുറ്റപ്പെടുത്താൻ നോക്കുമ്പോഴാണ് ചിന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ തീരുമാനം പറയുന്നത്. അച്ഛൻ വിഷമിക്കുകയോ ദേഷ്യപ്പെടുകയോ വേണ്ടെന്നും നിലവിലെ കോളേജിൽ നിന്ന് TC വാങ്ങി പുതിയ കോളേജിലേക്ക് മാറാൻ താൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണെന്നും ചിന്നു സമ്മതിക്കുകയാണ് കേട്ടോ. മകളുടെ ഈ അപ്രതീക്ഷിത മറുപടി കേട്ട് വിജയശങ്കറിന്റെ മനസ്സ് നിറയുന്നു. എന്നാൽ ചിന്നുവിന്റെ ഈ അപ്രതീക്ഷിത തീരുമാനം ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. പക്ഷെ വിജയശങ്കർ ഏറെ സന്തോഷത്തോടെ ചിന്നുവിനെ ചേർത്ത് പിടിച്ച് തന്റെ ആശ്വാസം പങ്കുവെക്കുന്നു. ഏത് കോളേജിലേക്കാണ് ചേരേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞാൽ മതിയെന്ന് ചിന്നു പറയുമ്പോൾ ചെലവ് കുറവും നല്ല പഠനവുമുള്ള ഗവൺമെന്റ് കോളേജിൽ ചേർത്താൽ പോരെയെന്ന ഉപദേശവുമായി ചന്ദ്രൻ വീണ്ടും ഇടപെടുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന വിജയശങ്കർ മകനെ +2 ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താൽ നിന്റെ അഭിപ്രായം എന്തായിരിക്കുമെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. സ്കൂളും കോളേജും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും ഗവൺമെന്റിൽ ചേർക്കാൻ സമ്മതിക്കില്ലെന്നും ചന്ദ്രൻ തർക്കിക്കുമ്പോൾ മക്കളുടെ കാര്യം താൻ നോക്കിക്കൊള്ളാമെന്നും അതിലിടപെടേണ്ടെന്നും വിജയശങ്കർ കർശനമായിട്ട് തന്നെ ചന്ദ്രനോട് പറയുന്നുണ്ട്. തുടർന്ന് ചിന്നുവിനെ ആ കോളേജിൽ ചേർത്തത് അർച്ചനയായതിനാൽ അവൾ നേരിട്ട് വന്ന് അപേക്ഷ നൽകിയാൽ മാത്രമേ TC ലഭിക്കൂ എന്ന പ്രതിസന്ധി വിജയശങ്കർ മകളെ അറിയിക്കുന്നു. താൻ എന്തായാലും അർച്ചനയെ ചെന്ന് കാണില്ലെന്ന് വിജയശങ്കർ പറയുമ്പോൾ അവൾ ഒരിക്കലും ഇതിന് തയ്യാറാവില്ലെന്നും വെറുതെ നാണം കെടാൻ പോകേണ്ടെന്നും ചന്ദ്രൻ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ വിഷമിക്കേണ്ടെന്നും താൻ നേരിട്ട് അമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കാമെന്നും പറഞ്ഞ് ചിന്നു വിജയശങ്കറിന് ധൈര്യം നൽകുന്നു. പിന്നീട് ടൗണിൽ വെച്ച് ചിന്നു അർച്ചനയെ കാത്തു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ എത്തിയ അർച്ചന മകൾ വെയിലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെടുകയും എന്താണ് അമ്പാട്ടിലേക്ക് വരാതിരുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് തന്നെ കാത്തു നിന്നതിന്റെ കാരണം തിരക്കുമ്പോൾ തനിക്ക് ആ കോളേജിൽ നിന്ന് മാറണമെന്നും അവിടെ ഇനി പഠിക്കാൻ താല്പര്യമില്ലെന്നും ചിന്നു തന്റെ ആവശ്യം അറിയിക്കുന്നു. അവിടെ ക്ലാസ്സുകൾ കൃത്യമല്ലെന്നും അധ്യാപകർ പഠിപ്പിക്കുന്നത് മനസ്സിലാകില്ലെന്നും ചിന്നു കാരണം പറയുമ്പോൾ ഏത് സബ്ജക്റ്റാണ് ബുദ്ധിമുട്ടെന്ന് വ്യക്തമാക്കിയാൽ പ്രിൻസിപ്പലിനോടോ ഡിപ്പാർട്ട്മെന്റിലോ സംസാരിക്കാമെന്ന് അർച്ചന പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു വലിയ പ്രശ്നമാക്കാതെ തനിക്ക് കോളേജ് മാറി തന്നാൽ മതിയെന്ന നിലപാടിൽ ചിന്നു ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ചിന്നുവിന്റെ ഈ ആവശ്യം സ്വന്തം തീരുമാനമാണോ അതോ മറ്റാരുടെയെങ്കിലും നിർബന്ധമാണോ എന്ന് അർച്ചന സംശയിക്കുന്നുണ്ട്. വലിയ തുക ഫുൾ ഫീസായി ഒടുക്കിയാണ് അവളെ അവിടെ ചേർത്തതെന്നും ഇപ്പോൾ മാറിയാൽ ആ പണം നഷ്ടപ്പെടുമെന്നും അർച്ചന ചിന്നുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരോടെങ്കിലുമുള്ള പ്രതികാരം തീർക്കാനാണ് ഈ തീരുമാനമെങ്കിൽ അതിന് കോളേജ് വിട്ടു പോവുകയല്ല വേണ്ടതെന്നും അവിടെ തന്നെ നിന്ന് മികച്ച വിജയം നേടി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നും അർച്ചന ചിന്നുവിനെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യം മനസ്സിൽ നിന്ന് കളയാൻ അർച്ചന പറയുമ്പോൾ ചിന്നു ആകെ സങ്കടത്തിലാവുന്നു. അവിടെ നിന്നും പോകാൻ ഭാവിക്കുന്ന ചിന്നുവിനെ പിന്നെ കാറിൽ കൊണ്ടാക്കാമെന്ന് അർച്ചന പറയുന്നുണ്ടെങ്കിലും ചിന്നു അതിന് സമ്മതിക്കുന്നില്ല. മകള് തന്നോട് പിണങ്ങിയാണോ പോകുന്നതെന്ന് അർച്ചന വിഷമത്തോടെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് സുഖമാണല്ലോ എന്ന് മാത്രം തിരിച്ചു ചോദിച്ചുകൊണ്ട് ചിന്നു അവിടെ നിന്നും യാത്രയാകുകയാണ്. ശേഷം കുറച്ചു സമയം രണ്ടുപേരും ഒന്നും മിണ്ടാതെ നോക്കി നിന്ന ശേഷം ചിന്നു അവിടെ നിന്നും പോകുന്നു. മകള് തന്നിൽ നിന്നും അകന്നു പോകുന്നത് നോക്കി അർച്ചനയും സങ്കടത്തോടെ നിൽക്കുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ ചിന്നു കോളേജ് മാറാൻ അർച്ചന സമ്മതിച്ചില്ലെന്നുള്ള വിവരം വിജയശങ്കറിനെയും ചന്ദ്രനെയും അറിയിക്കുന്നു. എന്നാൽ ഇത് കേട്ട ഉടനെ ചന്ദ്ര വിജയശങ്കറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുകയാണ്. അർച്ചന ഇതിന് സമ്മതിക്കില്ലെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് ചന്ദ്ര പറയുന്നു. കൂടാതെ അർച്ചന ഒരിക്കലും JKയെ പിണക്കില്ലെന്നും ചന്ദ്ര വാദിക്കുന്നുണ്ട്. വിവാഹമോചനം കഴിഞ്ഞിട്ടും അർച്ചന എന്തിനാണ് ഇപ്പോഴും JKയോട് ഇത്രയധികം അടുപ്പം കാണിക്കുന്നത്? അയാൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവല്ലേ? ഇനിയിപ്പോൾ JKയുടെ പുസ്തകങ്ങളോടാണ് ആരാധനയെങ്കിൽ ആ പുസ്തകങ്ങളെ സ്നേഹിച്ചാൽ പോരെ
എന്തിനാണ് അയാളെ സ്നേഹിക്കുന്നത് എന്നിങ്ങനെയെല്ലാം ചന്ദ്ര വിജയശങ്കറിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രയുടെ ഈ വാക്കുകൾ വിജയശങ്കറിന് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് വിജയശങ്കർ കർശനമായിട്ട് തന്നെ വിലക്കുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് തനിക്ക് നേരിട്ട് പോയി ടി സി വാങ്ങാൻ കഴിയാത്തതെന്നും ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് ടി സി കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും വിജയശങ്കർ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും താൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കോളേജ് മാറാൻ ചിന്നുവിന് താല്പര്യമുള്ളിടത്തോളം കാലം എങ്ങനെയെങ്കിലും ഇത് നടത്തിയെടുക്കുമെന്നും വിജയശങ്കർ ഉറപ്പിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്ര അർച്ചനയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ ഇതൊരു വാശിയായി എടുക്കണമെന്ന് തന്നെ വിജയശങ്കറിന് ഉപദേശിക്കുന്നുമുണ്ട്. അതിനുശേഷം കഥയിൽ പുതിയൊരു വഴിത്തിരിവാണ് കാണിക്കുന്നത്. ചന്ദ്രയും മഞ്ജുവും തമ്മിൽ പുറത്തു വെച്ച് രഹസ്യമായി കാണുന്നു. തന്നെ ഇത്ര അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ചന്ദ്ര നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മഞ്ജുവിനെ ഓർമ്മിപ്പിക്കുന്നു. നാളെയാണ് അച്ചുവിന്റെ കേസ് കോടതിയിൽ വരുന്നത്. അച്ചുവിനെ രക്ഷിക്കാൻ അർച്ചന എന്തും ചെയ്യുമെന്നും എന്നാൽ അത് തടയണമെന്നും ചന്ദ്ര പറയുന്നു. അതിനായി അർച്ചന നാളെ കോടതിയിൽ എത്താതിരിക്കാൻ മഞ്ജുവിന്റെ സഹായം ചന്ദ്ര തേടുകയാണ് കേട്ടോ. തുടർന്ന് തന്റെ ബാഗിൽ നിന്നും ഒരു മരുന്ന് ഡപ്പി എടുത്ത് ചന്ദ്ര മഞ്ജുവിനെ കാണിക്കുന്നു. ഇതാണ് നാളത്തെ തങ്ങളുടെ ആയുധമെന്നും ഇത് അർച്ചനയുടെ വയറ്റിൽ എത്തിക്കണമെന്നും ചന്ദ്ര മഞ്ജുവിനോട് ആവശ്യപ്പെടുന്നു. ഇത് കഴിച്ചാൽ ജീവനപായമൊന്നും ഉണ്ടാകില്ലെങ്കിലും കുറച്ചു കഴിയുമ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുമെന്നും തലചുറ്റൽ വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നും ചന്ദ്ര വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ചന്ദ്രയുടെ ഈ വില്ലത്തരവും ക്രൂരമായ പ്ലാനും കേട്ട് മഞ്ജു ആകെ ഭയന്നു പോവുകയാണ്. മരുന്ന് നൽകിയാൽ ഡോക്ടർമാർ കണ്ടുപിടിക്കില്ലേ എന്ന മഞ്ജുവിന്റെ സംശയത്തിന് ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നും സാധാരണ അലർജിയായേ തോന്നുമെന്നും ചന്ദ്ര ഉറപ്പ് കൊടുക്കുകയാണ്. പ്രഭാത ഭക്ഷണത്തിൽ ഇത് കലർത്തി അർച്ചനയ്ക്ക് നൽകാൻ തന്നെ ചന്ദ്ര മഞ്ജുവിനോട് ആവശ്യപ്പെടുന്നു. പേടിയുണ്ടെങ്കിലും മഞ്ജു അങ്ങനെ ആ ദൗത്യം ഏറ്റെടുത്ത് മരുന്നുമായി മടങ്ങുകയും ചെയ്യുന്നു. അതേസമയം അമ്പാട്ട് വീട്ടിൽ ആർക്കും കൊടുക്കാതിരിക്കാൻ രുക്കു പുറത്തു നിന്ന് ഓർഡർ ചെയ്ത ഭക്ഷണം വേഗത്തിൽ കഴിച്ചു തീർക്കുകയാണ്. അങ്ങോട്ടേക്ക് വിശപ്പോടെ എത്തുന്ന അർച്ചന വീട്ടിൽ ആഹാരമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് അന്വേഷിക്കുന്നുണ്ട്. രമ്യേച്ചിക്ക് തലവേദനയായാലും ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് രുക്കു പറയുന്നു. പുറത്തു നിന്ന് ഓർഡർ ചെയ്യാൻ താല്പര്യമില്ലാത്ത അർച്ചന ഒടുവിൽ ഫ്രിഡ്ജിലിരുന്ന് ബ്രെഡ് കഴിച്ച് വിശപ്പടക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന മഞ്ജുവിനോട് എവിടെ പോയതാണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ താൻ തയ്യൽക്കടയിൽ പോയതാണെന്ന് കള്ളം പറയുകയാണ് മഞ്ജു. വിശപ്പല്ലെന്ന് നടിച്ച് വേഗം മുറിയിലേക്ക് പോവുകയും ഒളിച്ചിരുന്ന് പുറത്തുനിന്ന് വാങ്ങിയ ചിക്കനും പൊറോട്ടയും കഴിക്കുകയും ചെയ്യുന്നു. വൈകുന്നേരം രുക്കു വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ അർച്ചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ചുവിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വന്ന അർച്ചനയോട് താൻ എന്നും അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് രുക്കു പറയുകയാണ്. നാളെ കോടതിയിൽ അച്ചുവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയണേ എന്ന് അർച്ചനയും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ മഞ്ജു പ്രാർത്ഥിക്കുന്നത് നാളെ തന്റെ പ്ലാൻ വിജയിച്ച് അർച്ചനയ്ക്ക് കോടതിയിൽ എത്താൻ കഴിയരുതേ എന്നാണ്. മറുവശത്ത് ചന്ദ്രകാന്തം വീട്ടിൽ ചിന്നുവും അച്ചുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യത്തോടെ വരുന്ന ചന്ദ്ര ചിന്നുവിനെ കുറ്റപ്പെടുത്തുന്നു. അച്ചു കേസിൽ ജയിച്ചാൽ നിന്റെ അച്ഛൻ തോൽക്കും. നിനക്ക് അച്ഛനോടാണോ അതോ അമ്മയോടാണോ സ്നേഹമെന്ന് ചന്ദ്ര ചോദിക്കുന്നു. നാളെ വിജയശങ്കറിന്റെ കക്ഷി തന്നെ ജയിക്കുമെന്നും അച്ചു ജയിലിൽ നിന്ന് ഇറങ്ങില്ലെന്നും ചന്ദ്ര വെല്ലുവിളിക്കുകയാണ്. ചന്ദ്രയുടെ വാക്കുകൾ സഹിക്കാനാവാതെ ചിന്നു അവിടെ നിന്നും സങ്കടത്തോടെ പോവുകയും ചെയ്യുന്നു.